ഈ ജാക്കില്ലേ, ഈ കാറിൻ്റെ ജാക്കിനെ പറ്റിയുള്ള റിവ്യൂ ആണിത്. ഈ കാറിൻ്റെ ജാക്ക് ഞാൻ ഹാർബർ ഫൈറ്റ് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ബോക്സിനകത്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വലത്തേക്ക് തിരിച്ച് കഴിഞ്ഞാൽ ലോക്കാവും. അപ്പോൾ നമുക്കിതിനെ പമ്പ് ചെയ്ത കാറ് പൊക്കാം. പിന്നെ ഉപയോഗം, ഈ കാറ് താത്തണമെങ്കിൽ ഇങ്ങനെ തിരിച്ചാൽ മതി, ഇങ്ങോട്ട് തിരിച്ചാൽ മതി, താന്നോളും. 3 ടൺ ഹെവി ഡ്യൂട്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ലോ പ്രൊഫൈല്, റാപ്പിഡ് പമ്പ്. ഇങ്ങനെ താത്തുന്നതിന് റാപ്പിഡ് പമ്പ് എന്ന് പറയണേ, അത് റാപ്പിഡ് പമ്പാണ്. ക്വിക്ക്ലി എലിവേറ്റ് വെഹിക്കിൾ ഫ്രം ഡുവൽ പിസ്റ്റൺ ഡിസൈന്. പിന്നെ പ്രീമിയർ റിയർ സ്യൂവൽ കാസ്റ്റേഴ്സ് ഫോർ 360 മൊബിലിറ്റി. പിന്നെ 360 ജാക്ക് സാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം 360 ആണെന്ന്. പിന്നെ ലിഫ്റ്റ് ഹൈറ്റ് 20 ഇഞ്ച് മാക്സിമം. പിന്നെ കാറിന്, ട്രക്കിന്, SUV എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. യൂണിവേഴ്സൽ ജോയിൻ്റ് റിലീസ് ഫോർ പ്രിസൈസ് ലോഡ് കൺട്രോൾ. ഇപ്പോൾ താത്തോ പൊക്കൊക്കെ ചെയ്യാനുള്ള റിലീസാൻ്റെ കാര്യമാണെന്ന് തോന്നുന്നു. പിന്നെ സൂപ്പർ ടഫ് പ്രിസിഷൻ വെൽഡഡ് സീൽ കൺസെഷൻ വിത്ത് ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ഫിനിഷ്. അതായത് നല്ല ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ഫിനിഷായിട്ടുള്ള കൺസെഷനാണ്. പിന്നെ പ്രിസിഷൻ വെൽഡിങ്ങും ഉണ്ടെന്ന്. പിന്നെ കർണൽഡ് ഗ്രിപ്പ് ഹാൻഡിൽ ഫോർ പ്രിസൈസ് കൺട്രോൾ. ആ ഗ്രിപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കർണൽഡ് ഹാൻഡിൽ. ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇതാണ് കർണൽഡ് പ്രിസിഷൻ കൺട്രോൾ. അതായത് അതുകൊണ്ട് അത് അവിടെ പിടിച്ച് തിരിക്കുമ്പോൾ പ്രിസൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇൻക്ലൂഡ് ഹൈ ക്വാളിറ്റി ഫോം പാഡ് ടു പ്രിവെൻറ്റ് വെഹിക്കിൾ ഡാമേജ്. അത് കാണിക്കാം. ഇതാണ് ഫോം പാഡ്. ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതയുടെ ഒരു പാടാണ്, വെഹിക്കിൾ ഡാമേജ് വരാതിരിക്കാൻ. കാറിൻ്റെ ഇവിടെ തട്ടി ഡാമേജ് വരാതിരിക്കാൻ. കാർ ഇവിടെ തട്ടി സാധനമാണ്. ഇതിൻ്റെ ഈ വശത്തുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 3 ടൺ ഹെവി ഡ്യൂട്ടിന് എഴുതിയിട്ടുണ്ട്. റാപ്പിഡ് പമ്പ്, ഡുവൽ പിസ്റ്റൺ ഡിസൈൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ടീം ലിഫ്റ്റ് 2 പേര് പൊക്ക നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഇത് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഹാർബർ ഫൈറ്റ് ടൂൾസ്, കാലാബാസാസ്, കാലിഫോർണിയയിലുള്ളത്. പിന്നെ മെയ്ഡ് ഇൻ ചൈന അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് SKU നമ്പർ, UPC നമ്പർ, ഡിസ്ക്രിപ്ഷൻ 3 ടൺ HD ലോ പ്രൊഫൈൽ സ്റ്റീൽ എന്നായിരിക്കണം. ജാക്ക് ഓറഞ്ച് കളറ്. പിന്നെ വെയ്റ്റ് 34 കിലോ നെറ്റ് വെയ്റ്റ്. പിന്നെ ഗ്രോസ് വെയ്റ്റ് 36 കിലോ. പിന്നെ ഷിക്കാഗോ ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററാണെന്ന് തോന്നുന്നു, ഷിക്കാഗോ, മെയ്ഡ് ഇൻ ചൈന. ഇതിനകത്ത് ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ ലോ പ്രൊഫൈൽ 3.25 ഇഞ്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഹൈറ്റ് 3.25 ഇഞ്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും ലോ പ്രൊഫൈൽ. പിന്നെ ഇവിടെ ഡുവൽ പിസ്റ്റൺ ഡിസൈന്. പിന്നെ ഇതാണ് നമ്പറെന്ന് തോന്നുന്നു, ഇതെന്തോ മോഡൽ നമ്പറാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ അടിയിലൊന്നുമില്ല. ഇങ്ങനെയാണ് ബോക്സ്. ഡേറ്റോണ 3 ടൺ ലോ പ്രൊഫൈല് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലും പ്രത്യേകിച്ചൊന്നുമില്ല, വേറെ ഒന്നും കാണുന്നില്ല. നോക്കട്ടെ, ഇവിടെ ഡേറ്റോണ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇതിൻ്റെ പാക്കേജിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വാങ്ങിച്ചിട്ടിപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി. കൂടെ കിട്ടിയ പഞ്ഞി സാധനങ്ങൾ, പഞ്ഞിയല്ല, തെർമോക്കോൾ സാധനങ്ങൾ. കൂടെ കിട്ടിയ തെർമോക്കോൾ സാധനങ്ങൾ. എന്തായാലും ഇതെടുത്ത് കളയാൻ പോവുക. ഇത്ര നാളിത് ഗരേജിലിരിക്കുമായിരുന്നു.